ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്സ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള 150 ടോപ്പിക്സിന്റെ സീരീസ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ലൈക്കും ചെയ്തേക്കണേ. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ 150 ടോപ്പിക്സിന്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് എടുത്ത എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, പക്ഷെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കാനുള്ള സ്മാർട്ട് വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്കൊക്കെ കാണും ഒത്തിരി ബുദ്ധിമുട്ടി പഠിച്ചെടുക്കാൻ മടിയുള്ള ആൾക്കാർ കാണും. അങ്ങനെയുള്ളവർക്ക് ടപ്പനെ മാർക്ക് വാങ്ങാനുള്ള ഒരു മെത്തേഡുമായിട്ടാണ് നമ്മൾ ഈ 150 ടോപ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ സമയം കളയാൻ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ കെമിസ്ട്രിയുടെ ടോപ്പിക്കിൽ PSC ഇപ്പൊ LGS എക്സാമിനേഷനും LDC എക്സാമിനേഷനും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് ചില ലോഹങ്ങളോ അവയുടെ അല്ലെങ്കിൽ ചില മൂലകങ്ങളാവാം, ഇവയുടെ അപരനാമങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സെഷൻ, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോവാം നമുക്ക് ക്ലാസ്സിലേക്ക്. ക്വിക്ക് സിൽവർ. PSC ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വിക്ക് സിൽവർ എന്താണെന്ന്. ക്വിക്ക് സിൽവർ അതായത് പെട്ടെന്ന് സിൽവർ അല്ലെ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കുറിയാണ് അല്ലെ. മെർക്കുറിയുടെ അപരനാമമാണ് ക്വിക്ക് സിൽവർ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ടിക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും പഠിക്കണം, കാരണം ഇനിയും റിപ്പീറ്റ് അടിച്ച് നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. അതുപോലെ തന്നെ ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മെർക്കുറിയാണ്. അപ്പം ക്വിക്ക് സിൽവർ, ലിക്വിഡ് സിൽവർ ഇത് രണ്ടും എന്താണ്? മെർക്കുറിയുടെ അപരനാമമാണ്. ക്വിക്ക് സിൽവർ, ലിക്വിഡ് സിൽവർ ഇത് രണ്ടും മെർക്കുറിയുടെ അപരനാമമാണെന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ്, രാസസൂര്യൻ. പല 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 തവണ PSC നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് രാസസൂര്യൻ. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം. ഓക്കെ, രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ അപരനാമമാണ് രാസസൂര്യൻ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ക്വിക്ക് സിൽവറും രാസസൂര്യനും മസ്റ്റ് ആയിട്ടും പഠിച്ചേ പറ്റൂ. നെക്സ്റ്റ്, രാസവസ്തുക്കളുടെ രാജാവ്. ഇതും റിപ്പീറ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. രാസവസ്തുക്കളുടെ രാജാവ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. അടുത്തതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ. ഓയിൽ ഓഫ് വിട്രിയോൾ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഞാനിത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഈ ടിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഏതൊക്കെയാ? ക്വിക്ക് സിൽവർ, മെർക്കുറി. രാസസൂര്യൻ, മഗ്നീഷ്യം. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോള്, സൾഫ്യൂരിക് ആസിഡ്. ഞാൻ ഈ ടിക്കറ്റ് ഇരിക്കുന്നത് മസ്റ്റ് ആയിട്ടും പഠിച്ചേ പറ്റൂ കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്കെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങളുടെ റാങ്കിനെ അത്രത്തോളം നിർണ്ണയിക്കുന്നതും സ്വാധീനിക്കുന്നതുമാണ്. അതുകൊണ്ട് 150 ടോപ്പിക്സ് മുഴുവനുമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നോൺ സെഷനിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ചെയ്യുന്ന കൂടെ, അതായത് നമ്മൾ ക്ലാസ് തരുന്ന കൂടെ തന്നെ നിങ്ങളും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓയിൽ ഓഫ് വിട്രിയോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആണ്. ഇനി നമുക്ക് 2-3 വിട്രിയോളും കൂടി പഠിക്കാനുണ്ട്. അതായത് ബ്ലൂ വിട്രിയോള്, വൈറ്റ് വിട്രിയോള്, ഗ്രീൻ വിട്രിയോള്. ഇത് മൂന്നും കൂടി മനസ്സിലാക്കി വെക്കണം. ആദ്യം തന്നെ പോകാം ബ്ലൂ വിട്രിയോള്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് തുരിശാണ്. തുരിശിന്റെ കളർ നിങ്ങൾക്ക് അറിയാം അല്ലെ, നീല കളറാണ്. അപ്പൊ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ്. ഓക്കെ, തുരിശ് എന്ന് പറയും. തുരിശ് അറിയത്തില്ലാത്തവർക്ക് എഴുതിയിടുവാണേ. തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോള. PSC ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആണ്. ബ്ലൂ വിട്രിയോള. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. വൈറ്റ് വിട്രിയോള്, സിങ്ക് സൾഫേറ്റ്. ബ്ലൂ വിട്രിയോള്, കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ. ഇനി ഗ്രീൻ വിട്രിയോൾ ഉണ്ട്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ്. ഓക്കെ, ഗ്രീൻ വിട്രിയോള്, ഫെറസ് സൾഫേറ്റ്. അപ്പൊ ഈ 3 വിട്രിയോൾ, നമുക്ക് 4 വിട്രിയോള്. ഓയിൽ ഓഫ് വിട്രിയോള്, സൾഫ്യൂരിക് ആസിഡ്. ബ്ലൂ വിട്രിയോള്, കോപ്പർ സൾഫേറ്റ്. വൈറ്റ് വിട്രിയോള്, സിങ്ക് സൾഫേറ്റ്. ഗ്രീൻ വിട്രിയോള്, ഫെറസ് സൾഫേറ്റ്. അത് 4ഉം കൂടി ഒരു സെറ്റായിട്ട് ഒരുമിച്ച് പഠിച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്തത് വിഡ്ഢികളുടെ സ്വർണം. അതായത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് വിഡ്ഢികളുടെ സ്വർണം. വിഡ്ഢികളുടെ സ്വർണം ആരുടെ അപരനാമമാണ്? അയൺ പൈറൈറ്റീസ്. അയൺ പൈറൈറ്റീസിന്റെ അപരനാമമാണ് വിഡ്ഢികളുടെ സ്വർണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിക്കണം.
അടുത്തത് കറുത്ത സ്വർണം. കറുത്ത സ്വർണം രണ്ട് രീതിയിൽ അറിയും. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ദ്രാവകം ചോദിച്ചാൽ അത് പെട്രോളിയമാണ്. കറുത്ത സ്വർണം നമ്മൾ കുരുമുളകിനും പറയാറുണ്ട് അല്ലെ. അപ്പൊ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ദ്രാവകമാണ് ഏത്? പെട്രോളിയം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നീല സ്വർണം PS ചോദിച്ചിട്ടുള്ളതാണ് ജലം. ഓർത്തു വയ്ക്കുക, കറുത്ത സ്വർണം പെട്രോളിയം, നീല സ്വർണം ജലം. ജലം അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, സാർവത്രിക ലായകം. PS ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആണിത്. സാർവത്രിക ലായകം, ഇത് SCERT ചോദിക്കുന്ന കേട്ടോ. ജലം, സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഇത്രയും പഠിക്കണം. ബ്ലൂ വിട്രിയോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ്. വിഡ്ഢികളുടെ സ്വർണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അയൺ പൈറൈറ്റീസ്. കറുത്ത സ്വർണം പെട്രോളിയം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നീല സ്വർണം ചോദിച്ചിട്ടുണ്ട്. സാർവത്രിക ലായകം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ജലം. ഇനി നമുക്ക് വെളുത്ത സ്വർണം എന്താണെന്ന് നോക്കാം. വെളുത്ത സ്വർണം അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? പ്ലാറ്റിനം ആണ് കേട്ടോ. ഞാനിത് രണ്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ വെളുത്ത സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാറ്റിനം. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ദ്രാവകം പെട്രോളിയം, നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം, വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. അതുപോലെ പ്ലാറ്റിനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലിറ്റിൽ സിൽവർ. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ഇവിടെ തെറ്റിക്കല്ലേ കേട്ടോ, ക്വിക്ക് സിൽവർ അല്ലെ. ക്വിക്ക് സിൽവർ എന്തായിരുന്നു? മെർക്കുറി. അപ്പൊ ഇത് മാറിപ്പോരുത്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. വെളുത്ത സ്വർണം അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്ലാറ്റിനം ആണ്. ഇനി നോക്കൂ, രാജകീയ ദ്രാവകം. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണ്? അക്വാറീജിയ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറീജിയ. ഇതിനകത്ത് PS വെളുത്ത സ്വർണം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആണ്, പഠിക്കണം. ഞാൻ മാർക്കർ ഇവിടെ മറന്നു വെച്ചുകൊണ്ടാണ്. അപ്പൊ വെളുത്ത സ്വർണം റിപ്പീറ്റഡ് ആണ്, പഠിക്കണം. രാജകീയ ദ്രാവകം റിപ്പീറ്റഡ് ആണ്, പഠിക്കണം. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറീജിയ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അടുത്തതും PS റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് വിഷങ്ങളുടെ രാജാവ്. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്. ഈ തന്നിരിക്കുന്നതിനകത്ത് വെളുത്ത സ്വർണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, രാജകീയ ദ്രാവകം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്. എന്ന് പറഞ്ഞാൽ ബാക്കി പഠിക്കണ്ട എന്നല്ല ഉദ്ദേശിച്ചത്, പഠിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റിന് ഇനി എന്താണ്? പ്രോബബിലിറ്റി കൂടുതലാണ്. അതായത് വരാൻ എക്സാമിനേഷൻ ഇനിയും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് റിപ്പീറ്റഡ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തരുന്നതെല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. റിപ്പീറ്റഡിന് സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് റിപ്പീറ്റഡ് എന്ന് പറയുന്നതെന്ന് മാത്രം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അത്ഭുത ലോഹം. PS നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അത്ഭുത ലോഹം. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ആണ്. അതുപോലെ തന്നെ ടൈറ്റാനിയം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഭാവിയുടെ ലോഹം. അപ്പൊ ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം, ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. എന്താണ് ആൻസർ? ടൈറ്റാനിയം. ഓർത്തു വെക്കുക, അത്ഭുത ലോഹം, ഭാവിയുടെ ലോഹം, ടൈറ്റാനിയം. അപ്പൊ ഭാവി പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പഠിക്കണം. ഭാവിയുടെ ഇന്ധനം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ആരാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയം. നെക്സ്റ്റ്, ചിരിപ്പിക്കുന്ന വാതകം. PS പലതവണ ചോദിച്ചിട്ടുണ്ട്. നൈട്രസ് ഓക്സൈഡ് അല്ലെ, ചിരിപ്പിക്കുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. അടുത്തത് പേളാഷ്. പേളാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. പൊട്ടാസ്യം കാർബണേറ്റ് ആണ് പേൾ ആഷ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, യെല്ലോ കേക്ക്. പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. യുറേനിയം ഓക്സൈഡ് ആണ് യെല്ലോ കേക്ക്. യുറേനിയം ഓക്സൈഡ് അറിയപ്പെടുന്ന പേരാണ് യെല്ലോ കേക്ക്, അല്ലെങ്കിൽ യെല്ലോ കേക്ക് എന്ന അപരനാമമുള്ള ആർക്കാണ്? യുറേനിയം ഓക്സൈഡ്. ഇപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് അത്ഭുത ലോഹം ടൈറ്റാനിയം, ഭാവിയുടെ ലോഹം ടൈറ്റാനിയം, ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ, ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്, യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ്. ഞാൻ റിപ്പീറ്റ് അടിച്ചത് പറയുന്നത് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, വുഡ് സ്പിരിറ്റ്. PS പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെഥനോൾ. മെഥനോൾ അറിയപ്പെടുന്നതാണ് വുഡ് സ്പിരിറ്റ്. നെക്സ്റ്റ്, ടേബിൾ സാൾട്ട്. നമുക്കറിയാം, നമ്മുടെ ടേബിളിൽ വെക്കുന്നതാണ് സോഡിയം ക്ലോറൈഡ് അല്ലെ, ഉപ്പാണ്. ദെൻ സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്താന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ടേബിൾ സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡും, സ്പിരിറ്റ് ഓഫ് സാൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ PS പലതവണ ചോദിച്ചിട്ടുണ്ട് ചതുപ്പ് വാതകം. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥെയിൻ. ഇപ്പൊ വുഡ് സ്പിരിറ്റ്, മെഥനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ, ദെൻ ചതുപ്പ് വാതകം മീഥെയിൻ. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ബാക്കി ബോർഡിൽ എഴുതിയിട്ടതെല്ലാം തന്നെ പഠിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്